ജിന്നോ വന്നിരിക്കുന്ന ജിന്നോ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ആരാ കോൺഗ്രസിന്റെ ഈ ഘട്ടത്തിലും സംസ്ഥാന അധ്യക്ഷൻ? അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ BJP-യിലേക്കോ RSSലേക്കോ ഞാൻ പോയാൽ നിങ്ങൾക്ക് എന്ത് എന്ന് ഒന്നല്ല രണ്ടല്ല 3 തവണ ആവർത്തിച്ച് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാലത്ത് കണ്ണൂർ ജില്ലക്കകത്തെ RSSന്റെ കാര്യാലയങ്ങൾക്ക് സംരക്ഷണം കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ഇത്രകാലം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് ആവർത്തിച്ചു പറഞ്ഞ കക്ഷിയാണ് ഇന്നും കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റിന് കീഴിൽ ആ പ്രസിഡന്റിന്റെ പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് വന്നിരുന്ന് LDF കൺവീനറെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള ആവേശമൊന്നും അദ്ദേഹം കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, കൃത്യമായ രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നതിന് വേണ്ടി പോകുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ രാജ്യത്തിനകത്ത് പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ അദ്ദേഹം പറഞ്ഞു CM ഉയർത്തിയിട്ടുള്ള ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ചിലതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി അദ്ദേഹം. എന്താ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഇന്ന് രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു നിയമ ഭേദഗതി രാജ്യത്ത് നടന്നിട്ട് അതിന്റെ മുകളിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ ജനാധിപത്യ സമൂഹം പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനോട് മാധ്യമങ്ങൾ ചോദിച്ചില്ലേ എന്താ കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച്? അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി തയ്യാറായോ? മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്ന നിലയിൽ ഉണ്ടായത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തങ്ങളാണെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടല്ലോ. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വമില്ലേ? CAക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രക്ഷോഭങ്ങളിൽ അണിനിരന്നിട്ടുള്ള പ്രതിപക്ഷ മുന്നണിക്കകത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ മൂവ്മെന്റ് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇനി രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര ഇന്ന് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിലൊക്കെ രാജ്യത്തിന്റെ തെരുവുകളിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ സ്വരം, അതിനെതിരായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകാത്തതിന് ഈ നാട്ടിലെ മനുഷ്യർ ചോദ്യം ചെയ്യും. അതിനെതിരെ വിമർശനം ഉണ്ടാകും. അതിനകത്ത് എന്താണ് പ്രയാസമുള്ളത്? ഇനി CAക്കെതിരെ ആരും സംസാരിച്ച CAക്കെതിരല്ലേ സാർ? NIA നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഭേദഗതി കൊണ്ടുവന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയ കോൺഗ്രസിന്റെ MP-മാർ സ്വീകരിച്ച നിലപാടെന്താ? NIA ഞങ്ങളുടെ കുഞ്ഞാണെന്നുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? എതിർത്തോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല. ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ എന്ത് ചെയ്ത് അവരിറങ്ങിപ്പോയത്? കോൺഗ്രസുകാർ അവിടെ നിന്ന് എതിർത്ത് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, NIA നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ പൊള്ളത്തരം സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടുമെന്നേ പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചില്ലേ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞെന്നുള്ളത്? അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് തടി തപ്പുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഇനി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടില്ല. NIA ബില്ല് ഭേദഗതി ചെയ്യുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? രാഹുൽ ഗാന്ധി അന്ന് പാർലമെന്റിൽ പോയിട്ടില്ല. ഇനി ഈ CAA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സമരങ്ങൾ നടന്നപ്പോ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ മലയാളിക്ക് ചോദിച്ചുകൂടെ? കാരണം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആയിരുന്നില്ലേ രാഹുൽ ഗാന്ധി? ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുവിടുന്ന് പോയ ആളല്ലേ? സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എന്തുകൊണ്ട് മുഴങ്ങിയില്ല എന്ന ചോദ്യം ഉയർന്നു വരില്ലേ? പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം എന്തുകൊണ്ട് പാർലമെന്റിൽ എത്തിയില്ല? പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചില്ല, പ്രതിഷേധം ഉന്നയിച്ചില്ല. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രതിഷേധം കേരളത്തിന്റെ കൂടി അല്ലെ പ്രതിഷേധമല്ലേ? അതെന്തുകൊണ്ട് ഉയർത്തിയില്ല എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യം ഞങ്ങൾക്ക് ഉന്നയിച്ചുകൂടെ?